നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ കേച്ചേരിയിൽ 750 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയിരിക്കുകയാണ്. BJP നേതാവിന്റെ സഹോദരന്റെ അച്ചാർ കമ്പനിയിൽ നിന്നാണ് ഈ കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിലാണ് ചെയ്യുന്നത്. ജെയ്സൺ, തൃശ്ശൂരിൽ കിറ്റ് വിവാദം തീരുന്നില്ല. ഇതാ BJP പ്രവർത്തകന്റെ സഹോദരന്റെ കമ്പനിയിൽ നിന്ന്, അതും അച്ചാർ കമ്പനിയിൽ, അവിടെ നിന്നാണ് ഇത്രയധികം ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. അച്ചാർ കമ്പനിയിൽ സ്വാഭാവികമായി ഇത്തരത്തിൽ കിറ്റുകൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതും വിതരണത്തിന് എത്തിച്ചത് തന്നെയാണെന്ന് വ്യക്തമാവുകയാണോ? വിനീത, അല്പം മുമ്പാണ് LDF പ്രവർത്തകർ ഈ BJP നേതാവിന്റെ സഹോദരന്റെ കമ്പനിയിൽ ഇത്തരത്തിൽ കിറ്റ് വിതരണത്തിന് വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കുന്നു എന്നറിഞ്ഞ് അവിടേക്ക് എത്തുന്നത്. സ്വാഭാവികമായി അച്ചാർ കമ്പനിയിൽ ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് പകരമായി കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ചാക്കുകളിൽ അരിയും എത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഉടനെ തന്നെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് പോലീസിന് വിവരമറിയിച്ച് ഇപ്പോൾ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത്, ഇതിന്റെ BJP നേതാവിന്റെ സഹോദരൻ പറയുന്നത് പ്രധാനമായും വിഷുവുമായി ബന്ധപ്പെട്ട് കിറ്റുകൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതൊക്കെ എത്തിക്കുന്നത് എന്നാണ്. അതേസമയം അല്പസമയത്തിനകം തന്നെ ഈ കണ്ട കിറ്റുകളെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുക്കും. സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് കടക്കും. വിനീത, തൃശ്ശൂരിൽ വീണ്ടും കിറ്റ് എന്ന് പറയുമ്പോൾ ഇത് BJP പ്രവർത്തകൻ തന്നെയാണെന്ന് വ്യക്തമാവുകയാണോ? അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധമുള്ള സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട്. അച്ചാർ കമ്പനിയാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇത് വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്ന് നമ്മൾ കണ്ടതുപോലെ ഇത് എത്തിക്കുന്നത് ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ജെയ്സൺ? ഇത് എവിടേക്ക് എത്തിച്ചതാണ്, എന്തിനാണ് എത്തിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത നൽകാൻ കഴിയുന്നുണ്ടോ ഈ സ്ഥാപന ഉടമയ്ക്ക്? വിനീത, പ്രധാനമായും BJPയുടെ ജില്ലാ നേതാവ് കഴിഞ്ഞ 2 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും തൃശ്ശൂരിലും മത്സരിച്ചിട്ടുണ്ട്. ഇയാളുടെ സഹോദരന്റെ കമ്പനിയാണ് ഇത് അച്ചാർ കമ്പനി എന്ന് പറയുന്നത്. ഈ അച്ചാർ കമ്പനിയിൽ സ്വാഭാവികമായി ഇവിടേക്ക് അരിയും മറ്റു പലവ്യഞ്ജനങ്ങളും എത്തിച്ച ശേഷം കിറ്റുകളാക്കി മാറ്റുകയാണ്. അങ്ങനെ കിറ്റുകളാക്കി മാറ്റിയതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ആ കിറ്റുകൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് LDF പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പരാതിയും ആരോപണവും. അതേസമയം തന്നെ ഇതിന്റെ ഉടമയായ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട് ഇത് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആരാണ് ഓർഡർ കൊടുത്തതെന്നോ എത്ര രൂപയാണ് കൈമാറിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും ചോദിച്ചറിയുന്നുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് ഈ കിറ്റുകൾ ഉടൻ തന്നെ മാറ്റാനാണ് ഇപ്പോൾ പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം. പിന്നീട് തുടർ നടപടികളിലേക്ക് കടക്കും. ഇവിടേക്ക് കൊണ്ടുവന്നതിനകത്ത്, അതായത് കിറ്റുകൾ കൊണ്ടുവന്നതിനകത്ത് പറയുന്ന ന്യായീകരണങ്ങളിൽ ചില അപാകതകളുണ്ട്. സ്വാഭാവികമായും അച്ചാർ കമ്പനിയിൽ എന്താണ് മറ്റു പലവ്യഞ്ജന സാധനങ്ങൾ കൊണ്ടുവരുന്നത്, സോപ്പ് ഉൾപ്പെടെയുള്ള മറ്റു സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. അതേസമയം ഇവർ ആവർത്തിച്ച് പറയുന്നത് വിഷു മുന്നിൽ കണ്ടുകൊണ്ട് കിറ്റുകൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമാണ് കിറ്റുകൾ തയ്യാറാക്കിയത്. നാളെ പോളിംഗ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് വിതരണം ചെയ്യാൻ കഴിയുക എന്നടക്കമുള്ള ന്യായീകരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായാലും വിശദമായ അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കിറ്റുകൾ ഇപ്പോൾ പിടിച്ചെടുക്കും. വിനീത, ശരി, ഏതായാലും തുടർ നടപടികളിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാ ഇത്രയധികം കിറ്റുകൾ അവിടെ അച്ചാർ കമ്പനിയിൽ എന്തിനെത്തിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ട്. വിഷുവിനാണെങ്കിൽ വിഷുവിന് ഇനിയും ദിവസങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തലേന്നാൾ എന്തിനിത്ര കിറ്റുകൾ അവിടെ എത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയ മതിയാകൂ. തൃശ്ശൂരിൽ ഏതായാലും കിറ്റ് വിവാദം തീരുന്നില്ല. തൃശ്ശൂരിൽ കിറ്റ്, പാലക്കാട് വോട്ടിന് പണം, സാരി, കിറ്റും പണവും സാരിയും ഒക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ വോട്ട് പിടിക്കാനാകുമോ എന്നതാണ്. BJPയെ ഏതായാലും വെട്ടിലാക്കുന്നതാണ് ഈ മണിക്കൂറുകൾക്ക് മുന്നേ ഈ ദൃശ്യങ്ങളും ഈ ആരോപണങ്ങളും ഒക്കെ തന്നെ.